തസ്യ വശ്യേർഹരിർജായതേ സത്വരം. എന്താ അപ്പോൾ അച്യുതാഷ്ടമൊക്കെ ആയിട്ടെന്നല്ലേ. ഇന്ന് ഹൈദരാബാദി മലയാളിയായ മരുമകൻ്റെ ബർത്ത്ഡേ. എൻ്റെ പ്രകൃതി ജീവന രുചിസ്പർശമുള്ള ഊണ് അല്ലെങ്കിൽ ചെറുസദ്യ ആസ്വദിക്കാൻ എൻ്റെ കസിൻസിനൊക്കെ വളരെ ഇഷ്ടം. എന്നാൽ പിന്നെ കുറയ്ക്കേണ്ട, ഒരു തനി മലയാളി നാടൻ സദ്യ തന്നെ അങ്ങ് ആയേക്കാമെന്ന് വെച്ചു. കുത്തിരിച്ചോറ്, മുളപ്പിച്ച പയർ കൊണ്ട് നമ്മുടെ പരിപ്പ് കറിയോട് സദൃശമായ വെച്ചൊരു കറി, കഴുകി കാച്ചിയ പപ്പടം. അതുകൊണ്ട് അല്പം പടപടപ്പ് കുറവായിരിക്കും, ബ്രിട്ടിൽനെസ് കുറവായിരിക്കും, പക്ഷെ നല്ല രുചിയാണ്. പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇത് പഴം പച്ചപ്പച്ചടിയാണ് വെളുത്ത് കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ചെറുപഴം നന്നായി ഉടച്ച് തേങ്ങയും ജീരകവും കടുകും അരച്ച് ചൂടാക്കാതെ തൈര് കൂടെ ചേർത്തുണ്ടാക്കുന്ന പച്ചപ്പച്ചടി. അത് ചെറുപഴം തന്നെയാണ് കേട്ടോ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ചക്ക സീസൺ തീർന്നിട്ടില്ല ഇവിടെ. ചക്കക്കുരു ചീര അവിയൽ, പയറിലെ തോരൻ. മഴക്കാലം തുടങ്ങിയല്ലോ, പയറിൽ കായ്കളൊന്നുമില്ല, അപ്പോൾ ഇലകൾ സമൃദ്ധമായിട്ടുണ്ട്. മുളകിട്ട അയല, മധുരമാങ്ങ അച്ചാർ, ഉപ്പിലിട്ട മാങ്ങ, നക്ഷത്രപ്പുളി ഉപ്പിലിട്ടത്, ഇവിടെ തന്നെ ഉണ്ടായ ചെറുപഴം. പിന്നെ സ്പെഷ്യലി ഹൈദരാബാദി മരുമകനല്ലേ, ഹൈദരാബാദി ബർഫി. പിന്നെ സാമ്പാറാണെങ്കിൽ മുതിര സാമ്പാർ, പക്ഷേ ഉടുപ്പി സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത്. ഉടുപ്പി സാമ്പാർ, മുതിരയിട്ട ഉടുപ്പി സാമ്പാർ. മുതിരയും മത്തങ്ങയാണ് പ്രധാന കഷ്ണങ്ങൾ. മഴക്കാലമല്ലേ, വാദത്തിനൊക്കെ നല്ലതാണ്. ഉടുപ്പി സാമ്പാർ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ തമിഴ് സാമ്പാറല്ലേ മലയാള സാമ്പാറിൻ്റെ ടേസ്റ്റല്ല. പിന്നെ പായസം, ചക്കയും അവലും, ചക്ക വരട്ടിയതോ അവലും ചേർത്ത് ചക്ക അവൽ പായസം, മാമ്പഴപ്പുളിശ്ശേരി. ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു സദ്യ. മകനെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക.